കണ്ടിട്ടൊരു കാടിളകി വരുന്ന പോലെ തോന്നുന്നുണ്ടോ? കാടിളകി വരുന്നതോ ഓതാൻ പോകുന്നതോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ പുതിയ വ്ളോഗിൻ്റെ വിശേഷമായിട്ട് വന്നേക്കാണ്. രേഷ്മയാണ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പനിയൊക്കെ മാറി വരുമ്പം നമുക്ക് മേലുവേദന ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബോഡി പെയിനൊക്കെ മാറ്റാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വിദ്യയാണ് കേട്ടോ. നമ്മുടെ മുത്തശ്ശി വൈദ്യത്തിൽ നിന്നും ചീന്തിയെടുത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു തരം വാദം കൊല്ലി എന്ന് പറയുന്ന ഒരു തരം ഇലയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പാഞ്ചിയിലയുണ്ട്, ചില നാടുകളിൽ പാണയില എന്ന് പറയും. അതുകൊണ്ടിട്ട് വെള്ളം തിളപ്പിച്ചാണ് ഞാൻ കുളിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കാതെ നമ്മൾ നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു കുളിയൊക്കെ കുളിച്ചു. ചൂട് വെള്ളത്തിൽ തന്നെ ആ ഒരു ഇല കുറേ നേരം ആ വെള്ളത്തിൽ ഇങ്ങനെ കിടന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു സത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ പിടിക്കും കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ആ ഒരു ഫലപ്രദം ചെയ്യുന്നതാണ് മേലുവേദനയ്ക്ക്. ഞാൻ പനി വരുമ്പോൾ മിക്കപ്പോഴും ചെയ്യുന്നതാണ്. ഇത് രണ്ടും മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മുടെ കൊടിയില ഉണ്ടല്ലോ, നമ്മുടെ കുരുമുളകിൻ്റെ ഇല, കൊടിയിലയും പിന്നെ നമ്മുടെ നല്ല മണമുള്ള ഒരു തരം പൂച്ചെടിയില, അതിങ്ങനെ പിഴിയുമ്പോൾ നല്ല ചുമപ്പ് കളറായിരിക്കും. അതും കൂടെ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കാണും. പിന്നെ എനിക്ക് അവിടെ ഇവിടെയൊന്നും പോയി പറിക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ രണ്ടിലയിൽ മാത്രം ഞാൻ ഒതുക്കി. അപ്പം കുളിയും തേവാരം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അടുക്കള നല്ല കേമമായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പം ഫസ്റ്റ് തന്നെ അടുക്കി പറക്കൽ പാത്രം കഴുകലിൽ നിന്ന് ആരംഭിക്കാമെന്ന് കരുതി. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊന്നും അല്ല ഇത് കേട്ടോ. സമയം ഉച്ചയെ മുക്കാലെന്നൊക്കെ തന്നെ പറയത്തക്ക സമയമായിട്ടുണ്ട്. നമ്മൾ ഒരു ഗുളിയൊക്കെ കഴിച്ചതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ മാറി നമുക്ക് ബോഡി ഒന്ന് ഓക്കെ ആയി എന്ന് കരുതിയപ്പം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ആ ഒരു ചെറിയ വെയിൽ സമയത്താണ് ഞാൻ വെള്ളം ചൂടാക്കി ഒന്ന് കുളിച്ചത്. കാരണം വീണ്ടും പനി വന്നിട്ട് വീണ്ടും കിടക്കരുതല്ലോ, തല നനച്ചും കൂടെ കുളിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി താമസിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ഒതുക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ പുതിയ സോപ്പൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ടു. അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ പാത്രം കഴുകി തന്നെ ആരംഭിക്കാം. എപ്പോഴും ഒരു വീട്ടമ്മയുടെ ജോലി തുടങ്ങുന്നതും ജോലി അവസാനിക്കുന്നതും പാത്രം കഴുകിൽ കൂടെ ആയിരിക്കുമല്ലോ അല്ലേ. എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നെ മാത്രമല്ല, എല്ലാവരെയും വെച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം അതിനു വേണ്ടിയൊന്നും ഇല്ല കഴുകാൻ, കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. കുറച്ചൊക്കെ ബാക്കിയുള്ളവരൊക്കെ അവരുടെ അധികം വൃത്തികേടാക്കാതെ അവരുടെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്തിടുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കൂടുതലെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അടുക്കളയിലൊക്കെ കയറുമ്പം അവനെന്തെങ്കിലുമൊക്കെ വലിച്ച് കീടുകയൊക്കെ ചെയ്യുന്നതാണ്. കുറച്ചൊക്കെ എനിക്ക് എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് നല്ല മുട്ടം പണിയും തരുന്ന ആളാണ് പാർത്ഥൻ മോനെ. അപ്പം അങ്ങനെ നമ്മുടെ പാത്രം കഴുകിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പാത്രം കഴുകൊക്കെ കഴിഞ്ഞു. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് അടുക്കി പറക്കി വെക്കണം. എങ്കിലല്ലേ അതിൻ്റെ ആ ഒരു സമാപനത്തിലെത്തത്തുള്ളൂ അല്ലേ, എൻ്റെ സ്ക്രീൻ അതിലെത്തത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഞാൻ അങ്ങനെ തന്നെയാണ്. തുണി കഴുകിയാലും പാത്രം കഴുകിയാലും എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് വെച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ ആടും. ഞാൻ ആ ഒരു ജോലി ചെയ്ത് തീർക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ പെരയ്ക്കൊക്കെ ഒന്ന് അടിച്ചു വരാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ മുടിയൊക്കെ നല്ലതുപോലെ തോർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം നന്നായിട്ട് തലയും കൊണ്ട് നനച്ചില്ല. പേടിയാടോ, വീണ്ടും പനി, മൂക്കടപ്പ്, ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യുന്നുള്ളൊരു ഒറ്റ പേടി കൊണ്ട് തന്നെ നന്നായിട്ട് തല കുളിച്ചില്ല. പക്ഷേ മേല് കുളിച്ചത് നല്ല അടിപൊളി കുളിയാണ് കുളിച്ചത്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിനകവും എല്ലാം ഹാളും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ തൂത്ത് വന്നപ്പോൾ മഴ പിടിച്ച് കഴിയുമ്പോഴേ നമ്മുടെയൊക്കെ വീടുകളിൽ കാണാൻ ഒരു തരം ചുമന്ന ഉറുമ്പ് കടിക്കും. നല്ല രീതിയിൽ അരപ്പുള്ള ഒരു ഉറുമ്പുണ്ടല്ലോ, നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് ചവന്തിനി ഉറുമ്പെന്നാണ് പറയുന്നത്. ഓരോ നാടുകളിലും ഓരോരോ പേരുകളായിരിക്കുമല്ലോ. എന്തായാലും ഞാൻ ആ ഉറുമ്പ് പോകാനും വേണ്ടി അവിടെയൊക്കെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. ഉറുമ്പിന് പൗഡർ ഇട്ട് കൊടുത്തതല്ല കേട്ടോ, ഉറുമ്പിൻ്റെ പൊടി ഉണ്ടല്ലോ, ഉറുമ്പിൻ്റെ പൗഡർ, അതൊക്കെ ഇട്ട് കൊടുത്ത് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. എന്തായാലും അതിട്ടപ്പോഴത്തേക്കിനും കുറേ ഉറുമ്പുകൾ ചത്തെന്ന് തന്നെ പറയാം. അതിൻ്റെ ആ ഒരു രൂക്ഷമായിട്ടുള്ള ആ ഒരു ഗന്ധം കാരണമായിരിക്കണം. അങ്ങനെ പിന്നെ ഒരുവിധം അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും പുറത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി, ആ ഒരു വെയിലിൻ്റെ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് ആഞ്ഞിലിക്ക ചക്ക ഇരിക്കുന്നുണ്ടത്. ആഞ്ഞിലിക്ക ചക്കയല്ല, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഞ്ഞിലിച്ചക്ക. അപ്പം ഇത് പാർത്ഥൻ മോനൊന്നും ഇത് വലിയ കമ്പമല്ല. നമ്മൾ 90s കിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ ആഞ്ഞിലിക്ക, ഓമയ്ക്ക, ചക്ക, മാങ്ങ ഇതൊക്കെ കാണുമ്പം ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ അല്ലേ. പിന്നെ പ്രത്യേകിച്ച് എത്ര പനിയുണ്ടെന്ന് പറഞ്ഞാലും ഈ വക കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ പനിയൊക്കെ നമ്മൾ മാറ്റിവെക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ആണോ അല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്തോ അതിന് പഴയ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നടോ. ഇനി ടേസ്റ്റ് ഇല്ലാത്തതാണോ, പനി കാരണം എൻ്റെ വായ പന്നലായിരിക്കുന്നതാണോ, എന്തോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാനത്
കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളത് 3-4 ചുളകളെ ഉള്ളായിരുന്നുണ്ടെങ്കിലും അത് നല്ല ചുളയായിരുന്നു. ഇതിനൊരു കടങ്കഥ ചൊല്ലും കേട്ടോ. സ്വർണ്ണം തിന്ന് വെള്ളി തുപ്പി എന്ന് ഞങ്ങൾ പണ്ടിങ്ങനെ പറയായിരുന്നു. അതിൻ്റെ പേര് പറയാമോ എന്ന് ചോദിക്കുന്നത്. സ്വർണ്ണം തിന്ന് വെള്ളി തുപ്പി എന്താണെന്ന് ചോദിക്കുന്നത്. അതായത് നമ്മൾ സ്വർണ്ണ കളറല്ലേ കഴിക്കുന്നത് ഇതിൻ്റെ ചുള. തുപ്പുന്നത് വെള്ളി. അതിൻ്റെ കുരു. ആ കുരുവിൽ നല്ല പോഷക ഗുണങ്ങളുള്ളതാണ്. അത് നന്നായിട്ട് ഉണക്കി വറുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴിക്കുമെങ്കിൽ നമ്മൾ കപ്പലണ്ടി കഴിക്കുന്ന പോലെ അതേ ടേസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുകയല്ല, ഞാൻ ആഞ്ഞിലിച്ചക്ക അതൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. എന്തിനാണ് വെറുതെ ആലങ്കാരികമായിട്ട് ആഞ്ഞിലിക്കച്ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ചക്കക്കുരു തോരൻ വെച്ചാലോ? ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ചക്കക്കുരു കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം അതൊന്ന് തോരൻ വെക്കാനായിട്ട് കരുതി. ഓരോ നാടുകളിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ ചക്കക്കുരു തോരൻ വെക്കുന്നത്. ഞങ്ങളുടെ അവിടെയൊക്കെ ആണെങ്കിൽ മലനാട് ഏരിയയിൽ കിഴക്കോട്ട് അതായത് നമ്മുടെ കൊല്ലത്തിന് കിഴക്ക്, കൊല്ലം ഡിസ്ട്രിക്റ്റ് തന്നെ കിഴക്ക്, മലനട, കടമ്പനാട്, ചക്കുവള്ളി, തെങ്ങം ആ ഏരിയയിലൊക്കെ വെക്കുന്ന വേറെ ഒരു രീതിയിലാണ് ചക്കക്കുരു തോരൻ വെക്കുന്നത്. ഞാനിവിടെ പാവുമ്പ നാട്ടിൽ വന്നപ്പോൾ കൂടുതലും പാവുമ്പയിൽ ചക്കക്കുരു തോരൻ വെക്കുന്നത് നമ്മുടെ അവിയലൊക്കെ വെക്കുന്ന പോണക്കുള്ള ഒരു ടേസ്റ്റിൽ. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ആ ഒരു രീതിയിൽ കഴിക്കുന്നതിന് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്കിഷ്ടം നമ്മൾ എൻ്റേതായ രീതിയിൽ എൻ്റെ നാട്ടിൽ വെക്കുന്ന രീതിയിൽ വെക്കുന്നതാണ് എനിക്കിഷ്ടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വയ്യാതൊക്കെ വരുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് വല്ലാതെ നമ്മുടെ അമ്മമാരെ മിസ്സ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എനിക്ക് വല്ലാണ്ട് മിസ്സിങ് ആയിരുന്നു. അപ്പം ഈ ചക്കക്കുരു കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഭയങ്കര വിഷമമായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ ഈ അക്ഷരം പഠിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ തട്ടപാത്രത്തിനകത്ത് മിക്കപ്പോഴും കാണുന്ന ഒരു കറിയാണ് ചക്കക്കുരു തോരൻ, ചമ്മന്തി, മുട്ട പൊരിച്ചത്, ഒരു മാങ്ങാച്ചാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടി, കോവയ്ക്ക മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ കിഴങ്ങും സവാളയും കൂടി ഇട്ടിട്ടുള്ള മെഴുക്കുവരട്ടിയോ. ഇതായിരിക്കും എൻ്റെ തട്ടത്തിനകത്ത് മിക്കപ്പോഴും കാണുന്നത്. ഒട്ടുമിക്ക ദിവസങ്ങളിലും ചക്കക്കുരു മെഴുക്കുവരട്ടി ആയിരിക്കും. അപ്പോൾ എനിക്ക് അമ്മയെ വല്ലാതെ മിസ്സ് ചെയ്തു. അപ്പോൾ ആ ഒരു മിസ്സിങ് അങ്ങോട്ട് മാറ്റാനായിട്ടാണ് ഞാൻ ഇന്നൊരു ചക്കക്കുരു മെഴുക്കുവരട്ടി അങ്ങ് വെക്കാമെന്ന് കരുതിയത്. അപ്പം നമ്മളെ കിഴക്കൻ ഏരിയയിലൊക്കെ ഞാൻ വെക്കുന്ന വെക്കുന്ന ചക്കക്കുരു മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞാൽ ചക്കക്കുരു നല്ല നീളത്തിൽ ചീകി അരിയും കേട്ടോ. ഇതിപ്പം ഞാൻ മടിച്ചി ആയതുകൊണ്ട് ഇച്ചിരി കട്ടിക്കൊക്കെയാണ് അരിഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പാടാടോ ഇത് ചക്കക്കുരു അരിയാനായിട്ട്. ചക്കക്കുരു അരിയാൻ വല്ല മെഷീനോ വല്ലതും കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എല്ലാത്തിനും എല്ലാവരും ഓരോരോ മെഷീൻസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. ഈ ചക്കക്കുരു പൊളിക്കുന്നതിനും അരിയുന്നതിനും മാത്രം എന്താ ഈ മെഷീൻ കണ്ടുപിടിക്കാത്തത്? അതും കൂടെ കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരു എളുപ്പപ്പണിയാണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും അരിയാനൊക്കെ ചോപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള കാലഘട്ടമല്ലേ ഇപ്പം. പിന്നെ ഈ ചക്കക്കുരുവിനെ മാത്രം എന്താണ് മാറ്റി നിർത്തുന്നത്? എന്താണ് പറയൂ. എനിക്ക് വട്ടായതാണോ കേൾക്കുന്നത്, നിങ്ങൾക്ക് വട്ടാവുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ചക്കക്കുരുവൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അരിഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ സവോള എടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണ ഞങ്ങളുടെ അവിടെയൊക്കെ തോരൻ വെക്കുമ്പം മെഴുക്കുവരട്ടി അല്ലെ തോരൻ എന്ന് പറയുമ്പം അതിന് വെക്കുന്ന ചക്കക്കുരുവിനകത്ത് അരിഞ്ഞിടുന്നത് കുഞ്ഞുള്ളിയാണ്. നമുക്കിവിടെ കുഞ്ഞുള്ളി ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നിങ്ങൾ കുഞ്ഞുള്ളി തന്നെ അരിഞ്ഞിടണം കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്ന് വെച്ച് കഴിച്ച് നോക്കണം, അപ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. എന്തായാലും പ്രത്യേക മണമാണ് കേട്ടോ. അപ്പം പറഞ്ഞിരിക്കാതെ നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ സവാളയും പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പഴുത്ത പച്ചമുളകായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെ ഏരിയയുടെ അനുസരിച്ച് മുളകിൻ്റെയൊക്കെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം പാർത്തമ്മോനും കൂടെ കൊടുക്കേണ്ടത് കൊണ്ട് കുറച്ച് മാത്രം പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുള്ളായിരുന്നു കേട്ടോ. നമ്മുടെ ചക്കക്കുരു എല്ലാം തട്ടി അടുപ്പയിലാക്കിയിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്കിനും ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കുറച്ച് കൈവെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ. അധികം വെള്ളമൊന്നും വെച്ചിട്ടില്ല. വേവുമ്പോഴത്തേനും നമുക്ക് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ. അത് കഴുകി മാറ്റിയപ്പോഴത്തേനും ചക്കക്കുരുവിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 2-3 കറിവേപ്പില മാത്രം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങയും ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതേപോണക്കൊന്ന് ചിക്കി തോത്തി എടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. കഴിക്കാനും നല്ല മണമാണ്. ഇത് നമുക്ക് പിന്നെ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ ചമ്മന്തിയും മാങ്ങാച്ചാറും നമ്മുടെ ചക്കക്കുരുത്തോരനും കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. അപ്പം നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് കുറച്ച് ഉപ്പിനകത്തിട്ടിരുന്ന കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നന്നായിട്ട് ഉപ്പും കാന്താരിയുടെ എരി എല്ലാം പിടിച്ചൊരു മാങ്ങ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചത് അങ്ങ് അച്ചാറിട്ട് വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെള്ളം മാത്രമാണ് ഊറ്റി കുടിക്കുന്നത്, മാങ്ങ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എങ്കിൽ അതങ്ങ് അച്ചാറിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ആ വെള്ളം ഊറ്റിയെടുത്ത് മാറ്റി വെക്കാമല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെള്ളവും കുറച്ച് കാന്താരി എല്ലാം കൂടെ ഞാനൊരു വേറൊരു ടിന്നിനകത്തിട്ട് വെച്ച്. അത് വേറൊരു മുളകിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബജ്ജി ഉണ്ടാക്കുന്ന മുളകുണ്ടല്ലോ, ആ മുളകാണ് കേട്ടോ. അത് നല്ല എരിയുള്ള മുളകായിരുന്നു. നമ്മുടെ നാട്ടിൽ പിടിച്ചതായതുകൊണ്ട് നല്ല എരിയുള്ള സൈസ് ബജ്ജി മുളകായിരുന്നു. അപ്പോൾ നമ്മുടെ മാങ്ങ കിടന്ന കുറച്ച് വെള്ളവും കാന്താരി മുളകും ആ മുളകും എല്ലാം കൂടെ ഞാനൊരു വേറൊരു ടിന്നിനകത്തിട്ട് വെച്ചിട്ട്
നമ്മുടെ ഈ ഉപ്പ് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന മാങ്ങ അച്ചാറിടാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെന്തോ ഒന്ന് ചുമ്മാ അതിങ്ങനെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ അതിങ്ങനെ കല്ലേ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കഴിയുമ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് പിളർന്ന് വരുമല്ലോ. ആ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടി വെക്കുന്നു. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കുമ്പോൾ ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കായവും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ അച്ചാറിടുന്ന പോലെ, ഞാൻ ഈ അച്ചാറിടുന്നതിനകത്ത് അച്ചാർ പൊടിയൊന്നും ചേർക്കാറില്ല. നമ്മുടെ വീട്ടിലുള്ള മസാലകൾ മാത്രമേ ഞാൻ ചേർക്കത്തുള്ളൂ. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ മുളക് പൊടി, ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ നമ്മുടെ ഈ മാങ്ങ ഉണ്ടല്ലോ, ഉപ്പ് പിടിച്ചിരിക്കുന്ന മാങ്ങ, നമ്മളെ ഉപ്പ് വെള്ളം നമ്മൾ ഒട്ടും ഒഴിക്കുന്നില്ല കേട്ടോ. അത് മൊത്തം എടുത്ത് മാറ്റിയിട്ട് ഒട്ടും വെള്ളവും വെക്കുന്നില്ല. ഈ എണ്ണയാണ് ഈ തെളിഞ്ഞ് കിടക്കുന്നത്, അല്ലാതെ വെള്ളമൊന്നും അല്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ മാങ്ങ, ഉപ്പ് പിടിച്ചിരുന്ന ആ മാങ്ങയും കൂടെ തട്ടിയിട്ട് ഇളക്കുന്നു, മിക്സ് ചെയ്യുന്നു, അച്ചാർ റെഡി. ഇത്രയേ ഉള്ളൂ. സൂപ്പർ അച്ചാറായിരുന്നു കേട്ടോ. അടിപൊളി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ഉപ്പ് പിടിച്ചിരുന്ന ഉപ്പും ആ കാന്താരിയുടെ മുളക് എരിയെല്ലാം കൂടെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സൂപ്പറായിരുന്നു. അപ്പം ഇതൊക്കെയാണെടാ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ വലിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഇപ്പം തന്നെ ഏതാണ്ട് സന്ധ്യയായി, ഒരു ദിവസത്തിൻ്റെ പൂർണ്ണത അടുത്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല വിശേഷങ്ങളായിട്ട് കാണാം. സ്നേഹപൂർവ്വം, രേഷ്മ.